ഇറങ്ങി ഞാൻ പറഞ്ഞ ഇന്ന് ഞാൻ നിൽക്കുന്ന ഇൻഡസ്ട്രിയിലാണെങ്കിൽ പോലും പ്രതികരണം എന്ന് പറയുന്ന ഒരു വലിയ ഘടകമാണ്. ഇന്ന് എന്നോടൊരാൾ മോശമായിട്ട് സംസാരിച്ചു, എന്നോടൊരാൾ മോശമായിട്ട് പ്രവർത്തിച്ചു, ഒരു വർഷം കഴിഞ്ഞിട്ടല്ല അത് പ്രതികരിക്കേണ്ടത്. ആണോ അല്ലയോ? ഒരിക്കലും അല്ല. ഒരു വർഷം ആ സ്പോട്ടിൽ നമ്മളിപ്പോ ഒരു ഫംഗ്ഷന് പോവാണ്, ഒരു ഇനോഗ്രേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് പോവാണ്, എന്നോടൊരാൾ മോശമായിട്ട് അയാളുടെ അശ്ലീലമായിട്ടൊരു രീതിയിൽ നമ്മുടെ ശരീരത്തിനെ പറയുന്നു എന്ന് തോന്നിയാൽ അത് പറഞ്ഞത് തെറ്റായി പോയി എന്ന് പറയാനുള്ളൊരു ധൈര്യം നമ്മൾ അപ്പൊ അവിടെ കാണിക്കണം, അവിടെ പ്രതികരിക്കണം. ഒരു വർഷം കഴിഞ്ഞ് അയാൾ എന്നോട് ആ പറഞ്ഞത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രതികരിക്കാൻ നിൽക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇല്ലേ? അതാണ് ഇപ്പൊ പിന്നെ പറഞ്ഞ പോലെ ജാതിയും മതവും ഒക്കെ നമ്മുടെ നാട്ടിലാണ് കേട്ടോ നമുക്ക് ഇത്രയും സ്വാതന്ത്ര്യം. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചു മുമ്പ് മാഡം പറഞ്ഞ പോലെ ഭയങ്കരമായ ക്രൂരത. നമ്മൾ സോഷ്യൽ മീഡിയ നമുക്കുള്ളത് കൊണ്ട് കണ്ടില്ലേ, ഇവരൊക്കെ ഉള്ളത് കൊണ്ട് സത്യം പറഞ്ഞാൽ പല കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. ഒരു പരിധി വരെ 80% നല്ലതാണെങ്കിൽ 20% നമുക്ക് ദോഷവും ഇവർ കാണുന്നുണ്ട്. ഇല്ലാന്ന് പറയുന്നില്ല, ഇവരെന്നല്ല ഞാൻ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ നല്ലതും ചീത്തയും വരുന്നുണ്ട്. അതിന് നല്ലത് ഏതാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞാൽ വളരെ 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 നല്ല കാര്യം. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മളിപ്പോ ഒരു ബ്ലഡ് ബാങ്കിൽ പോയി ബ്ലഡ് മേടിക്കുകയാണ്, എമർജൻസിക്ക് ബ്ലഡ് വാങ്ങുകയാണ്. അത് ഹിന്ദുവിന്റേതാണോ മുസ്ലിമിന്റേതാണോ ക്രിസ്ത്യൻസിന്റേതാണോ അല്ലെങ്കിൽ ഹിന്ദുവിൽ തന്നെ താഴേക്കിടയിലുള്ള ആളാണോ നമ്മൾ നോക്കാറുണ്ടോ? ചോദിക്കാറുണ്ടോ? പിന്നെ എന്ത് ജാതിയും മതവും. എന്റെ പേരിന്റെ തുമ്പത്ത് ആ വാല് ഞാൻ പലയിടത്തും പറയാറുണ്ട്, അതിടല്ലേ. എനിക്ക് അങ്ങനെയില്ല, ഞാൻ എല്ലാ മനുഷ്യരെയും പോലെ തുല്യരാണ്. പക്ഷെ പലയിടത്തും ചെല്ലുമ്പോൾ ആ വാലുണ്ടാവാറുണ്ട്. അത് സാധാരണ പോലെ ഇപ്പൊ ഞാൻ ജനിച്ചു വളർന്നു പോയി എന്ന് കരുതിയിട്ട് ഞാൻ ഒന്നും അതിനെക്കുറിച്ച് ബോധേടല്ല. പക്ഷേ നമ്മളെല്ലാവരും തുല്യരാണ്. നമ്മുടെ കൈ മുറിഞ്ഞാൽ വരുന്നതും ചോര തന്നെയാണ്. എല്ലാവരുടെ കൈ മുറിഞ്ഞാലും വരുന്ന ചോര തന്നെയാണ്. മനുഷ്യരെ തിരിച്ചറിയാന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഇന്ന് ജാതി മതമൊന്നും ഇല്ല കേട്ടോ. നമ്മളെല്ലാവരും എന്താ പറയാ, സ്വന്തം കാലിൽ നിൽക്കുക. ഇന്നത്തെ തലമുറയ്ക്ക് കല്യാണം എന്നുള്ളതിന് പറഞ്ഞ് എന്താ പറയാ, 20 വയസ്സേ നിൽക്കൂ, എന്റെ മോക്ക് 22 വയസ്സേ നിൽക്കൂ, അവളെ കെട്ടിച്ചു വിടണം, ഇതൊന്നും അല്ല. അവളെ സ്വന്തം കാലിൽ നിർത്തുക. നാളെ ഒരാളോട് കല്യാണം കഴിപ്പിച്ചു വരുമ്പോൾ എനിക്കൊരു സാരി വേണം അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വേണം എന്ന് അവനോട് ചോദിക്കാനുള്ള ഒരു അവസരം അവൾക്ക് ഒരുക്കി കൊടുക്കാതിരിക്കുക. അവളെ സ്വന്തം കാലിൽ നിർത്തുക. എനിക്ക് അവള് ജോലിയാണ്, അവൾക്ക് സാമ്പത്തികമായിട്ട് അവൾ ആരുടെയും മുന്നിൽ കൈനീട്ടാത്ത രീതിയിൽ അവളെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഇന്നത്തെ മാതാപിതാക്കൾ ചെയ്യേണ്ടതും